അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധമായ അതിപ്രഗൽഭമായ അറഫയുടെ രാത്രിയിലേക്കാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് യൗമുത് തർവിയുടെ ദിവസമാണ്. യൗമുത് തർവിയുടെ ദിവസം സാധാരണ എല്ലാവരും നോമ്പുകാരാണ്. ഇന്നത്തെ നോമ്പിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം അതിമഹത്തായ പ്രതിഫലമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രതിഫലം നൽകപ്പെടുമെന്ന് പറയുന്ന യൗമുത് തർവിയുടെ നോമ്പ് നോറ്റവരാണ് ഏകദേശം മുഅ്മിനീങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരുന്നത് അറഫയുടെ രാത്രിയാണ്. ഇന്ന് പരിശുദ്ധമായ ഹറമിൽ അറഫയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നാളെയാണ് അറഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അറഫ ദിവസം എന്നുള്ളത് അള്ളാഹു നൽകിയ ഈ വർഷത്തെ അറഫ എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. കാരണം നമുക്ക് സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ചയുടെ രാത്രിയും അതോടൊപ്പം അറഫയുടെ ദിവസവുമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഇന്നത്തെ ദിവസം നഷ്ടപ്പെടുത്തരുത്, ഒരാൾക്കും നഷ്ടപ്പെടരുത്. നഷ്ടപ്പെടുന്നവനിക്ക് നാശമാണ് എന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അൽ വൈലു ലിമാ ഹുരിമ. ആരിക്കാണ് ഈ ദിവസങ്ങൾ നഷ്ടപ്പെടുത്താൻ പോകുന്നത് അവർക്ക് നാശമാണ്. അത്തരക്കാർ മാത്രമേ ഇത് നഷ്ടപ്പെടുത്തുകയുള്ളൂ. അള്ളാഹു നല്ല നിലക്ക് ഇന്നത്തെ ദിവസം നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തേ? കയ്യിൽ ഒന്നിൻ്റെയും പണമില്ല, എന്ത് ചെയ്യണം? ഇതിനൊക്കെ വലിയ മാർഗമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു യാചകൻ വരികയാണ്. യാ ആജിസ് ലിഹാദൽ യൗം യുസ്അലു ഗൈറല്ലാഹ്. ഒരു യാചകൻ വന്ന് ചോദിക്കുന്നു, എന്തെങ്കിലും തന്ന് സഹായിക്കുമോ? ഞാൻ പാവപ്പെട്ടവനാണ്, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ സാലിം റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ആജിസ്, ഓ യാചകൻ, അശക്തനായവനെ, ഫി ഹാദൽ യൗം, ഈ ദിവസം യുസ്അലു ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുകയാണോ? ഇന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു എന്തും നൽകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം ചെയ്തും അള്ളാഹുവിനോട് നാം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇജാബത്ത് ഉറപ്പാണ്. കാരണം ഇന്നത്തെ ദിവസം മറ്റു ദിവസങ്ങളെ പോലെയല്ല. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് കടന്നു വരുന്ന അറഫയുടെ ദിവസം അൽഫിയവും 1000 ദിവസങ്ങളെ പോലെയാണ്. ഒരു ദിവസം നാം 1000 ദിവസങ്ങൾ ചെയ്യുന്ന ഇബാദത്തിൻ്റെ കൂലി എൻ്റെ പ്രിയപ്പെട്ടവരെ ഒറ്റ ദിവസം കൊണ്ട് അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുകയാണ്. നാം ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ അറഫ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണ്? ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് അറഫ എന്ന് പറയുന്ന പരിശുദ്ധമായ ഭൂമി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം അവ്വാഹ് റളിയല്ലാഹു അൻഹു ഭൂമിയിലേക്ക് ഇറക്കി. അവർ പരസ്പരം 400 വർഷങ്ങളോട് പരസ്പരം കണ്ടുമുട്ടാതെ ആദ്യം കണ്ടുമുട്ട ദിവസമാണ് അറഫ. അറഫ ദിവസം എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറു ദുആഇ, ദുആയിൽ ഏറ്റവും ഖൈറായത് യൗമു അറഫ, അറഫയുടെ ദിവസമാണ്. അറഫയുടെ ദുആ ദിവസം അള്ളാഹുവിനോട് എന്തും ചോദിച്ചാൽ, നാളെ വെള്ളിയാഴ്ചയും കൂടിയാണ്, അറഫയുടെ നോമ്പ് നോറ്റുകൊണ്ട് അസറിൻ്റെ വേള അള്ളാഹുവിനോട് നമുക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ ഇരു കരങ്ങൾ ഉയർത്തി ചോദിച്ചാൽ അള്ളാഹു എന്തിനും ഉത്തരം നൽകുന്ന ദിവസമാണ്. ഒരിക്കലും പാഴാക്കി പോകരുത്. നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആരെങ്കിലും ഒരാൾ അറഫയുടെ ദിവസം നോമ്പ് നോക്കിയാൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകുന്ന പ്രതിഫലം കസിയാമി യൗമി അൽഫ്, കസിയാമി യൗമി അൽഫ്, 1000 ദിവസം നോമ്പ് നോറ്റവനെ പോലെയാണ്. സിയാമു യൗമി അറഫ, അറഫ ദിവസത്തിൻ്റെ നോമ്പ് എന്നുള്ളത് കസിയാമി യൗമി അൽഫ, 1000 ദിവസം നോമ്പ് നോറ്റതുപോലെ, അതുപോലെ 10,000 ദിവസം നോമ്പ് നോറ്റതുപോലെ എന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറഫയുടെ പ്രധാനപ്പെട്ട നോമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം നമുക്ക് ഖളാ ആയിട്ടുള്ള നോമ്പും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വെള്ളിയാഴ്ചയുടെ പ്രത്യേകമായ സുന്നത്തായ നോമ്പ് അൽഹംദുലില്ലാ ഈ വർഷം അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അവസരമാണ്. 2 കാരണം പഞ്ചാരക്കുന്നിൻ മുകളിൽ തേൻമഴ വർഷിക്കുമെന്ന് പറയുന്നത് പോലെ വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്തൊക്കെ കാര്യങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗികളായ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്കുള്ള എന്ത് രോഗമാണെങ്കിൽ അള്ളാഹു അതിലേക്ക് ശമനം നൽകും. അതുപോലെ വിഷമമുള്ളവരുണ്ടാകാം, അള്ളാഹുവിനോട് ചോദിക്ക്, നിങ്ങളുടെ സങ്കടം അള്ളാഹു പരിഹരിച്ചു തരും. കടമുള്ളവരുണ്ടാകാം, കടം വീടാൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്നത്തെ ദിവസം, ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം, അതുപോലെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഇന്നത്തെ ദിവസം നാം ഉപയോഗിക്കേണ്ടതുണ്ട്. ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെ വരുമാനത്തിൻ്റെ മാർഗമില്ലാതെ
വേവലാതിപ്പെടുന്നവർക്ക് ഇന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്താം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാം ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട ദിവസമാണ്. നമുക്കങ്ങനെ ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനൊന്നും കഴിയുന്നില്ലെങ്കിൽ ചുരുങ്ങിയ ഇബാദത്തുകളെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ധന്യമാക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി പരിപൂർണമായി ഹയാത്താക്കിയ പ്രതിഫലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. അതിൽ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ മഗ്രിബ്, ഇഷ, അതുപോലെ സുബ്ഹി കഴിവിൻ്റെ പരമാവധി ഇമാം ജമാഅത്തായിക്കൊണ്ട് തന്നെ നിസ്കരിക്കണം. ഇമാം ജമാഅത്തായിക്കൊണ്ട് വീട്ടിൽ സഹോദരിമാരൊക്കെ ഇമാം ജമാഅത്തായിക്കൊണ്ട് തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാത്രി മുഴുവനും ഹയാത്താക്കിയ പ്രതിഫലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് രേഖപ്പെടുത്തുകയാണ്. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മറ്റൊന്ന് ദുആയാണ്. പറഞ്ഞുവല്ലോ, ദുആ ഖൈറു ദുആ യൗമു അറഫ. അറഫ ദിവസം ദുആ ഒരിക്കലും മറന്നു പോകരുത്. അള്ളാഹുവിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് ഏറ്റവും ചെറുതാണ്. അത് വലിയ വിഷയമൊന്നുമല്ല. നമുക്ക് ഏറ്റവും വലിയ വലിയ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. ദുആ കൊണ്ട് ഇന്നത്തെ ദിവസം ധന്യമാക്കണം. അതുപോലെ പാവങ്ങളെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ എന്തെങ്കിലും ഒരു ദാനം ധർമ്മം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം നാം ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. ഇത് ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു ആഫിയത്തും അഫുവും അള്ളാഹു നൽകട്ടെ. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ, റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതും വഖിന അദാബന്നാർ. നാം നാളെ ഖബറിൽ എഴുന്നേൽക്കുന്ന ഒരു അവസരമുണ്ട്. ആ സമയത്ത് നമ്മെ വളരെ ബഹുമാനത്തോടു കൂടി മലക്ക് ആദരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. 3 വിഭാഗത്തെക്കുറിച്ച് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ പരലോകത്ത് ഖബറിൽ എഴുന്നേറ്റ് അവരെ ആലിംഗനം ചെയ്യുന്ന ഒരു 3 വിഭാഗം ആളുകളുണ്ട്. മലക്കുകൾ അവരെ കൈമുസാഹഫത്ത് ചെയ്തുകൊണ്ട് അവർ എഴുന്നേൽപ്പിക്കുന്ന ഒരു അവസരം, വലിയ ഒരു നല്ലൊരു ഒരു സന്ദർഭം നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ 3 വിഭാഗത്തിൽ നാം പെട്ടാൽ അത്തരക്കാലം ഉൾപ്പെടുമെന്ന് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിൽ ഒന്ന് അശ്ശുഹദാഹ്, ശുഹദാക്കൾക്കാണ് ഇത്തരത്തിലുള്ള അവസരം അള്ളാഹു നൽകുന്നത്. രണ്ടാമത്തൊരു വിഭാഗം എന്ന് പറയുന്നത് സ്വാഇമൂന ഷഹ്ർ റമദാൻ, റമദാൻ മാസം നോമ്പ് നോക്കുന്നവർക്കും അള്ളാഹു ഈ ഒരു തൗഫീഖ് നൽകും. അതുപോലെ സ്വാഇമൂന യൗമ അറഫ, അറഫ ദിവസം നോമ്പ് നോക്കുന്നവർക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അറഫയുടെ നോമ്പ് നാം വളരെ പ്രാധാന്യത്തോടു കൂടി കാണുകയും അത് നോക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോടൊപ്പം പ്രത്യേകിച്ച് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ബൈത്ത്, ഈ ഒരു ദുആ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച, ഒരുപാട് പണ്ഡിതന്മാർ ചൊല്ലിയ, എത്ര സാധിക്കുമോ സാധിക്കുന്നത്ര ദുആ ഇത് ധാരാളമായി നാം ചൊല്ലേണ്ടതുണ്ട്. അതോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് ചുരുങ്ങിയത് ഒരു 200 പ്രാവശ്യമെങ്കിൽ ഓതുക. അതുപോലെ ഇബ്രാഹിമിയ സ്വലാത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എന്ത് ചെയ്യുന്ന അമലുകൾ മറ്റുള്ള അമലുകളെ പോലൊന്നും അല്ല ഈ സ്വലാത്ത് എന്നുള്ളത്. സ്വലാത്ത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാം ചെയ്യുന്ന അമലുകളും ചിലപ്പോൾ നാളെ പരലോകത്തിന് നമുക്ക് ഉപകാരത്തിന് വന്നേക്കൂല. കാരണം എന്തേ, നാം ആരെങ്കിലും മറ്റൊരു ഗീബത്തോ നമീമത്തോ പരദൂഷണമോ പറഞ്ഞ് ചിലപ്പോൾ എല്ലാം മറ്റുള്ളവർക്ക് ഓഹരി ചെയ്യപ്പെടുമ്പോൾ നമുക്ക് നിലനിൽക്കുന്ന ഒരു അമല് എന്നുള്ളത് അത് സ്വലാത്ത് മാത്രമാണ്. മറ്റുള്ള അമലുകൾ അല്ലാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നറിയില്ല. സ്വലാത്ത് അങ്ങനെയല്ല. നാം എപ്പം ചൊല്ലിയാൽ എങ്ങനെ ചൊല്ലിയാലും അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന ഒരു കർമ്മമാണ്. സ്വലാത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ നമ്മുടെ പ്രയാസങ്ങൾക്ക് നമ്മുടെ കയ്യിൽ വലിയ സങ്കടമാണ്, വലിയ പ്രയാസമാണ്, കയ്യിൽ ഒന്നുമില്ല, ഒരു പെരുന്നാൾ ഡ്രസ്സ് പോലും എടുക്കാൻ കഴിവില്ലാത്തവർക്ക്, പ്രയാസപ്പെടുന്നവർ, കച്ചവട നഷ്ടത്തിൽ, അങ്ങനെ പല വിധത്തിൽ പ്രയാസപ്പെടുന്നവർക്കൊക്കെ സ്വലാത്ത് വലിയ പരിഹാരമാണ്. ഈ ഒരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും ഏത് രീതിയിൽ ചൊല്ലിയാലും അത് സ്വീകരിക്കും. സ്വലാത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും ആഴമായ, ഏറ്റവും മഹത്വമുള്ള സ്വലാത്ത്, മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത, ഏത് ആളുകൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സ്വലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ സ്വലാത്ത്. നാം നമസ്കാരത്തിലേക്ക് ചൊല്ലുന്ന ഈ സ്വലാത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ധാരാളം, ചുരുങ്ങിയതൊരു 300 പ്രാവശ്യമെങ്കിൽ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ബാരിക് അലാ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്നുള്ള സ്വലാത്ത് പ്രിയപ്പെട്ടവർ ഒന്നും കൂടി ആവർത്തിച്ച് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം
വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഈ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും ഏത് പ്രശ്നത്തിനും ഈ സ്വലാത്ത് പരിഹാരമാണ്. ധാരാളം നമുക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ ധാരാളം നാം ചൊല്ലുക. അതോടൊപ്പം നോമ്പിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആ ഹദീസ് അത്ഭുതമാണ്. ഒരുപാട് പണ്ഡിതന്മാർ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അതായത് ഇനി വരാൻ പോകുന്ന വർഷത്തിൻ്റെയും കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെയും ദോഷം പൊറുക്കപ്പെടുമെന്നാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ ദോഷം പൊറുക്കപ്പെടും, ഇനി വരാൻ പോകുന്ന വർഷത്തിൻ്റെ ദോഷം പൊറുക്കപ്പെടും. പണ്ഡിതന്മാർ പറയുന്നു, ഇനി വരാൻ പോകുന്ന വർഷം ജീവിച്ചാലല്ലേ ദോഷം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, എന്നാൽ ഒരു വർഷം കൂടി അള്ളാഹു നമുക്ക് ആയുസ് നൽകും എന്നാണ് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നോമ്പിൻ്റെ കാര്യം പ്രധാനപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിവിൻ്റെ പരമാവധി ഖുർആൻ ഓതുക. ചുരുങ്ങിയത് ഇമാം ജമാഅത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ സൂറത്തുൽ ഫജ്ർ സാധിക്കുന്നത്ര ഗഫറല്ലാഹു ലഹു. നാം ഈ ദിവസങ്ങൾ ഹയാത്താക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? വജബത്ത് ലഹുൽ ജന്ന, അവനക്ക് സ്വർഗം നിർബന്ധമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന അമലുകൾ അല്ലാഹു നമ്മിൽ ഖബൂലാക്കട്ടെ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള നല്ല മരണം അല്ലാഹു നൽകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, എല്ലാവരുടെ മുറാദ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.